ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസ് ഇസ് ഡിസ്കവേർഡ് ബൈ. ന്യൂക്ലിയസ് ആരാണ് ഡിസ്കവറി നടത്തിയത്? റോബർട്ട് ബ്രൗൺ. അപ്പോൾ റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ന്യൂക്ലിയസ് ഇൻ സെല്ലാണ് അല്ലേ, സെൽ ന്യൂക്ലിയസ് ആണ്, അതാണ് റോബർട്ട് ബ്രൗൺ. സെൽ ആരാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്? റോബർട്ട് ഹൂക്ക്. 1665 റോബർട്ട് ഹൂക്ക് സെൽ കണ്ടുപിടിച്ചത്. അപ്പോൾ റോബർട്ട് ഹൂക്കാണ് സെല്ല് കണ്ടുപിടിച്ചത്. സെൽ ന്യൂക്ലിയസ് റോബർട്ട് ബ്രൗൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബിസ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് 2 ആൻസേഴ്സ് ഉണ്ട്, അതാണ് ക്യാൻസൽ ചെയ്തത്. സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. എന്താണ് സിംബിയോസിസ്? സിംബിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി റിലേഷൻഷിപ്പ് വെയർ 2 or more സ്പീഷീസ് ലിവ് ക്ലോസ്ലി ടുഗദർ. അപ്പോൾ 2 അതിൽ കൂടുതലോ സ്പീഷീസ് ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് സിംബിയോസിസ് എന്ന് പറയുന്നത്. 3 types ആണുള്ളത്: മ്യൂച്വലിസം, കമൻസാലിസം, പാരസൈറ്റിസം. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ ആ 2 സ്പീഷീസിനും ബെനിഫിറ്റ് ആയിരിക്കും. കമൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേയാൾക്ക് നോട്ട് ബെനിഫിറ്റ് ഓർ ഹാം. മൂന്നാമത്തെ പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേയാൾക്ക് ഹാമും ആയിരിക്കും. അപ്പോൾ സിംബിയോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ സ്പീഷീസ് തമ്മിലുള്ള ക്ലോസ് ഇൻട്രാക്ഷൻസിനെയാണ് സിംബിയോസിസ് എന്ന് പറയുന്നത്. സിം എന്ന് പറഞ്ഞാൽ ടുഗദർ, ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ്. അപ്പോൾ ലിവിങ് ടുഗദർ എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിൾ സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്. അതേപോലെ തന്നെ കൗ ആൻഡ് ക്രോ. എന്താണെന്ന് വെച്ചാൽ ഈ സീ അനിമോണും ക്ലൗൺ ഫിഷ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് 2നും ബെനിഫിറ്റാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാടത്തൊക്കെ കൗവിൻ്റെ പുറത്ത് ക്രോ ഇരിക്കുന്നത്. ക്രോ ഇങ്ങനെ എന്തോ കൊത്തി തിന്നുന്ന പോലെ അല്ലേ. അപ്പോൾ കൗവിൻ്റെ മേത്തുള്ള ചെള്ളൊക്കെ ആയിരിക്കും, അഴുക്ക് പോവുകയും ചെയ്യും, ക്രൗവിന് ഫുഡും ആവും. കമൻസാലിസം എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിന് ബെനിഫിറ്റും മറ്റേതിന് ബെനിഫിറ്റും ഇല്ല, ഹാമും ഇല്ല. അതിന് എക്സാമ്പിളാണ് വെയിലും ബെർനാക്കിളും. പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ എന്താണ്? ഡോഗ് ടിക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്യാറ്റ് ടിക്ക്. ടിക്ക് എന്ന് പറഞ്ഞാൽ ചെള്ളാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ചെള്ളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിന് ഇറിറ്റേഷനാണ്, ക്യാറ്റിന് അല്ലെങ്കിൽ ഡോഗിന് ഇറിറ്റേഷനാണ്. അപ്പോൾ അത് ഒരാൾക്ക് എന്താ, ചെള്ളിന് ബെനിഫിറ്റും ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റിന് ഹാമാണ്. അതാണ് പാരസൈറ്റിസം. വേറെ എക്സാമ്പിൾ എന്താണ്? ഫ്ലവേഴ്സും നെക്ടറും. അത് മ്യൂച്വലിസം ആണ് അല്ലേ, 2 പേർക്കും ബെനിഫിറ്റാണ്. പോളിനേഷനും നടക്കും, ബീസിന് നെക്ടർ കിട്ടുകയും ചെയ്യും. അടുത്ത എക്സാമ്പിൾ എന്താണ്? കമൻസാലിസത്തിന് വെയിലും ബെർനാക്കിൾസ്. നമ്മളത് പറഞ്ഞായിരുന്നു, വെയിൽ അൺഎഫക്റ്റഡ് ആണ്. ബെർനാക്കിൾസിന് വെയിൽ കഴിക്കുന്നതിൻ്റെ ഫുഡിൻ്റെ ബാക്കിയൊക്കെ കിട്ടും വെയിലിൻ്റെ പുറത്ത് കയറിയിരിക്കുമ്പോൾ. പിന്നെ പാരസൈറ്റിസിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ക്യാറ്റും ടിക്കും. എന്താണ്? ക്യാറ്റിന് സ്കിൻ ഇറിറ്റേഷനാണ്, അതാണ് ക്യാറ്റ് ഹാമാണ്. ടിക്കിന് എന്താണ്? ബ്ലഡ് ഫുഡായിട്ട് കിട്ടും ക്യാറ്റിൻ്റെ. അപ്പോൾ അത് ഒരാൾക്ക് ബെനിഫിറ്റും മറ്റേയാൾക്ക് ഹാമുമാണ്, അതാണ് പാരസൈറ്റിസം. അപ്പോൾ പാരസൈറ്റിസത്തിൽ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ പഠിക്കുമ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കണം. എക്ടോ പാരസൈറ്റ്സും എൻഡോ പാരസൈറ്റ്സും. എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്സൈഡ് പാരസൈറ്റ്സ് ആണ്, ബോഡിക്ക് പുറത്ത് കാണുന്നത് അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ കാണുന്നത്. ഫ്ലീസ്, ടിക്സ്, അതൊക്കെ. അതേപോലെ പെയിൻ, അതെല്ലാം എക്ടോ പാരസൈറ്റ്സ് ആണ്. ഇൻസൈഡ് പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ടേപ്പ് വോം, ഹുക്ക് വോം, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിലൊക്കെ ഉള്ളതാണ് ടേപ്പ് വോം. പ്രിഡേഷൻ, അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ, അപ്പോൾ പ്രിഡേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പും കൂടെ നമ്മൾ പഠിക്കണം. വേർ വൺ ഓർഗാനിസം ക്യാപ്ചേഴ്സ് ആൻഡ് കൺസ്യൂംസ് അതർ. അതിൽ പ്രിഡേറ്ററും ഉണ്ട്, പ്രേയും ഉണ്ട്, അതാണ് പ്രിഡേഷൻ. പ്രിഡേറ്റർ എന്ന് പറയുമ്പോൾ ഏത് ഓർഗാനിസമാണ് ക്യാപ്ചറിങ് നടത്തുന്നത്. പ്രേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുഡ് ഏതാണ്, ഏതിനെയാണ് ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈഗിള് എന്താ, റാറ്റിനെ അല്ലെങ്കിൽ ചെറിയ ജീവികളെയൊക്കെ പറന്നു വന്ന് പിടിക്കുന്ന കണ്ടില്ല, ആ ഈഗിളാണ് പ്രിഡേറ്റർ. ഈഗിളിന് ഫുഡാവുന്നതാണ് പ്രേ. അപ്പോൾ പ്രിഡേറ്റർ സർവൈവൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് എബിലിറ്റി ടു ക്യാച്ച് ഇറ്റ്സ് പ്രേ. നമുക്കറിയാം, അപ്പോൾ ഈഗിൾ ഫുഡ് കഴിച്ചാലേ ജീവിക്കത്തുള്ളൂ. അപ്പോൾ പ്രിഡേറ്ററിൻ്റെ സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിന് ഫുഡ് കിട്ടുന്നതാണ്, അത് ക്യാച്ച് ചെയ്ത് ഫുഡ് കണ്ടെത്തുന്നതാണ് അതിൻ്റെ സർവൈവൽ. പക്ഷേ പ്രേയുടെ സർവൈവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പിടിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ പ്രേ രക്ഷപ്പെടാൻ വേണ്ടി കുറേ ഡിഫെൻസ് കാണിക്കാറുണ്ട്. അതിൽ എക്സാമ്പിളാണ് ക്യാംഫ്ലേജ്, മിമിക്രി, സെൽഫ് ഡിഫെൻസ് ഒക്കെ. ഈ ക്യാംഫ്ലേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ്സിനനുസരിച്ച് അത് കളർ മാറും. ഈ ഓന്തൊക്കെ രക്ഷപ്പെടുന്ന അങ്ങനെയല്ല, നിറം മാറും. ഇപ്പം മിമിക്രി എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ ഈ ഫോട്ടോ കണ്ടിട്ടില്ലേ, ഫോട്ടോ കണ്ടിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, സറൗണ്ടിങ്ങിൻ്റെ പോലെ വേറൊരു സാധനമായിട്ട് അത് റിസംബിൾ ചെയ്യിക്കും. ഈ മൂങ്ങയൊക്കെ ഇരിക്കുന്നത് കണ്ടോ, നമ്മൾ അറിയുന്നില്ല, അതാണ് മിമിക്രി.
കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മൾ സാധാ മീനിങ് തന്നെ, ഒരു സാധനത്തിന് തന്നെ കൂടുതൽ പേർക്ക് ആവശ്യം വരുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ. അപ്പം ഈ സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിം സാധനം അല്ലെങ്കിൽ ലൈറ്റ്, ഫുഡ്, സ്പേസ്, ന്യൂട്രിയൻസ് ഒക്കെ ഒരാൾക്ക് വേണ്ടത് അത്രയും തന്നെ മറ്റേ ആൾക്കും വേണമായിരിക്കും, പക്ഷെ അത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് നോക്കാം. എക്സാമ്പിൾസ് ഇതേപോലെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം ഏതാണെന്ന്. ഈഗിൾ ഹണ്ടിങ് എ മൗസ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നത് പ്രിഡേഷനാണ്. എ ടിക്ക് ഫീഡ്സ് ഓൺ ദ ബ്ലഡ് ഓഫ് ഇറ്റ്സ് ഹോസ്റ്റ് ആൻഡ് മേ ക്യാരി ഡിസീസ് നമ്മൾ പറഞ്ഞത് പാരസൈറ്റിസം ആണ്. കാറ്റിൻ്റെയും ടിക്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ദ ഫ്ലവർ ലിവ്സ് ഓൺ എ ട്രീ ആൻഡ് അബ്സോർബ്സ് ദ വാട്ടർ ഫ്രം റൺ ഓഫ് ആൻഡ് ദ ട്രീ ഈസ് അൺഅഫക്റ്റഡ്. അത് കമൺ സെൽസ്, ചെടിക്ക് ഒഴിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഫ്ലവർ അബ്സോർബ് ചെയ്തെടുക്കുന്നത്, ചെടിക്ക് തന്നെ ഒഴിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ട്രീ അൺഅഫക്റ്റഡ് ആണ് ആ വെള്ളം വലിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കമൺ സെൽസത്തിന് എക്സാമ്പിളാണ്. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഞ്ചസ് ഫീഡിങ് ഓൺ സീഡ്സ് നമ്മൾ പറഞ്ഞത് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഞ്ചസ് ഒരു സീഡിൽ തന്നെ ഫീഡ് ചെയ്യുന്നത്. അവിടെ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരു സീഡേ ഉള്ളൂ, 2 പേരും ഉണ്ട്. Ant protects a caterpillar from predators and the caterpillar produces a sweet liquid for it to drink. അപ്പോൾ അത് മ്യൂച്വലിസത്തിന് എക്സാമ്പിളാണ്. ആൻഡ് എന്താണ് അവിടെ കാറ്റർപില്ലറിനെ ഈ കൊല്ലാൻ വരുന്നവരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതേപോലെ കാറ്റർപില്ലർ ആൻറ്റിന് കുടിക്കാൻ ഒരു സ്വീറ്റ് ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും അവിടെ ബെനിഫിറ്റാണ്, അത് മ്യൂച്വലിസമാണ്. നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അതിന് സിംബിയോസിസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഓപ്ഷൻ കമൺ സെൽസും ഉണ്ട്, മ്യൂച്വലിസം ഉണ്ട്. അതിൽ സിംബിയോസിൻ്റെ തന്നെ 2 ക്ലാസിഫിക്കേഷനാണ്, കമൺ സെൽസും മ്യൂച്വലിസും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുവരെയായിട്ട് ആൻസർ ആർക്കും കറക്റ്റ് പറയാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് PSC ക്യാൻസൽ ചെയ്തായിരുന്നു. എന്തായാലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സിംബിയോസിസ് ആണെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആസിഡ് റെയിൻ ഇസ് ഡ്യൂ ടു. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓസോൺ ആൻഡ് ഡസ്റ്റ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്, SO3 ആൻഡ് CO, CO2 ആൻഡ് CO. അപ്പോൾ CO എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ആസിഡ് റെയിൻ എന്താണ്? സൾഫർ ഡയോക്സൈഡിൻ്റെയും നൈട്രജൻ ഓക്സൈഡ്സിൻ്റെയും ഗ്യാസസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ആകുന്നുണ്ട്. എങ്ങനെയാണ്? വെഹിക്കിൾസിൻ്റെ സ്മോക്ക് ചെയ്യുന്ന. അപ്പോൾ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹൈയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് അവിടെ വാട്ടറും ഓക്സിജനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ്സ് മഴ പെയ്യുമ്പോൾ താഴോട്ട് ആസിഡ് റെയിനായിട്ട് വരും. അതാണ് ആസിഡ് റെയിൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം ആണ് കാണിച്ചേക്കുന്നത്. എന്താണ്? ആസിഡ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നു, അവിടെ നിന്ന് ആ ഗ്യാസസിനെ വിൻഡ് വഴി ഹൈ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു, അവിടെ ചെല്ലുമ്പോൾ അത് ഡ്രോപ്ലെറ്റ്സ് ആവുന്നു. ആ ഡ്രോപ്ലെറ്റ്സ് മഴ പെയ്യുമ്പോൾ ആസിഡ് റെയിനായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തിരിച്ച് വരുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ആസിഡ് റെയിൻ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ആണ്. അപ്പോൾ ഇതിൻ്റെ എഫക്ട്സ് നമുക്കറിയാം. താജ്മഹൽ അതിനൊരു എക്സാമ്പിളാണ് അല്ലേ? താജ്മഹലിൻ്റെ ഷൈനിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ഡൽഹിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളത്. അപ്പം എയർ പൊല്യൂഷനും കാരണമാണ്, അതേപോലെ എയർ പൊല്യൂഷൻ കാരണമാണ് ഈ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നത് അല്ലേ? ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വെഹിക്കിൾസിൽ നിന്നുള്ള സ്മോക്ക്, ഫാക്ടറീസിൽ നിന്നുള്ള സ്മോക്ക്. അപ്പോൾ അതൊക്കെ കാരണം അവിടെ ഏറ്റവും കൂടുതൽ താജ്മഹലിൻ്റെ ബ്യൂട്ടീനെയാണ് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. താജ്മഹലിൻ്റെ വൈറ്റ് മാർബിൾ കളർ ഇപ്പം യെല്ലോയിഷ് കളറാണ് ആയിരിക്കുന്നത്. അതേപോലെ ട്രീസിന്, നമ്മുടെ ബോഡിക്കൊക്കെ ഹാംഫുള്ളാണ് ആസിഡ് റെയിൻ. ട്രീസിൻ്റെ കോട്ടിംഗ് ഉണ്ടല്ലോ, കോട്ടിങ്ങിനൊക്കെ അത് ഡിഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, ലീവ്സിലെ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെടുമ്പം. അതേപോലെ സോയിലിൽ വീണ് കഴിയുമ്പോഴത്തേക്ക് സോയിലിൽ ഉള്ള ന്യൂട്രിയൻസ് എല്ലാം ഈ ആസിഡ് റെയിനിൽ നഷ്ടപ്പെടും. അപ്പം ട്രീസും പ്ലാന്റ്സൊക്കെ വളരാനുള്ള ന്യൂട്രിയൻസ് കാണത്തില്ല. ട്രീസിനും ബിൽഡിങ്സിനും മാത്രമല്ല ഈ അക്വാറ്റിക് ലാൻഡ് ഫോംസിന്, ഇപ്പോൾ ഈ പൗണ്ടിലോട്ടും റിവറിലോട്ടൊക്കെ ഈ ആസിഡ് റെയിൻ വിടുമ്പം അവിടെയുള്ള അക്വാറ്റിക് ലിവിങ് ക്രീച്ചേഴ്സിനും ഈ ആസിഡ് റെയിൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ആണ് ആൻസർ. ആസിഡ് റെയിനിന് കാരണം അത് രണ്ടുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു. ഏതാണ്? ആദ്യം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്ന് പഠിക്കാം. Gases that trap heat in the Earth's atmosphere are known as greenhouse gases. ഏതൊക്കെയാണ്? വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺസ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺസ്. അതിൽ കാർബൺ ഡയോക്സൈഡ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളത് കാർബൺ ഡയോക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസായിട്ട്. ബാക്കിയെല്ലാം സ്മോൾ എമൗണ്ട് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാർബൺ ഡയോക്സൈഡ് ആണ് ആൻസർ. ലാർജ് എമൗണ്ടിൽ കാർബൺ ഡയോക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിലുള്ളത്. ബാക്കിയെല്ലാം സ്മോൾ പെർസെൻറ്റേജ് ആണ്.
ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ? അപ്പോൾ നമ്മൾ വിറ്റാമിൻസിനെ കുറിച്ച് പഠിക്കണം. വിറ്റാമിൻസ് ആരാണ് ഡിസ്കവർ ചെയ്തത്? ഫ്രെഡറിക് ഹോപ്കിൻസ്. ടേം വിറ്റാമിൻ ആരാ നൽകിയെന്ന് ചോദിച്ചാൽ കാസിമിർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വാട്ടർ സൊല്യൂബിൾ വിറ്റാമിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസും വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസും. നമ്മൾ പണ്ട് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസിന് ഷോർട്ട് കട്ടായിട്ട് എന്താണ് ADEK അഡക് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് അത്രയും ഫാറ്റ് സൊല്യൂബിൾ ആണ്. വാട്ടർ സൊല്യൂബിളിലാണ് ബാക്കി വിറ്റാമിൻസ് വരുന്നത്. ഏതൊക്കെയാണ്? വിറ്റാമിൻ B1, വിറ്റാമിൻ B2, വിറ്റാമിൻ B3, വിറ്റാമിൻ B5, വിറ്റാമിൻ B7, വിറ്റാമിൻ B9, വിറ്റാമിൻ B12, വിറ്റാമിൻ C. അപ്പോൾ ഈ വിറ്റാമിൻസിൻ്റെയൊക്കെ പേരും കൂടി പഠിക്കണം. വിറ്റാമിൻ B1ൻ്റെ പേരെന്താണ്? തൈമിൻ. വിറ്റാമിൻ B2 റൈബോഫ്ലേവിൻ. വിറ്റാമിൻ B3 നിയാസിൻ. വിറ്റാമിൻ B5 പാന്തോത്തിനിക് ആസിഡ്. വിറ്റാമിൻ B7 ബയോട്ടിൻ. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. വിറ്റാമിൻ B12 സൈനോകൊബാൽമിൻ. വിറ്റാമിൻ C അസ്കോർബിക് ആസിഡ്. ഇതെല്ലാം വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസ് ആണ്. അതേപോലെ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസിൻ്റെയും സയൻറ്റിഫിക് നെയിംസ് പഠിക്കണം. വിറ്റാമിൻ A1 റെറ്റിനോൾ. വിറ്റാമിൻ A2 ഡിഹൈഡ്രോ റെറ്റിനോൾ. വിറ്റാമിൻ D കാൽസിഫെറോൾ. വിറ്റാമിൻ E ടോക്കോഫെറോൾ. വിറ്റാമിൻ K ഫൈലോക്യുനോൺ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സയൻറ്റിഫിക് നെയിം ചോദിച്ചിട്ടായിരിക്കും ഫാറ്റ് സൊല്യൂബിൾ ആണോ വാട്ടർ സൊല്യൂബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി, നമ്മുടെ ഓപ്ഷനിൽ ഏതാ ആൻസർ? അസ്കോർബിക് ആസിഡ് ആണ് വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ. അപ്പോൾ കാൽസിഫെറോൾ ഏത് വിറ്റാമിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്? വിറ്റാമിൻ D. അസ്കോർബിക് ആസിഡ് ഏത് വിറ്റാമിൻ്റെയാണ്? വിറ്റാമിൻ C. അതാണ് ആൻസർ. ടോക്കോഫെറോൾ എന്തിൻ്റെയാണ്? വിറ്റാമിൻ E. ഫിലോക്വിനോൺ വിറ്റാമിൻ K. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഓരോ ടോപ്പിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിച്ചത്? സിംബയോസിസ്, ആസിഡ് റെയിൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, പിന്നെ ഏതാ ലാസ്റ്റ് പഠിച്ച? വിറ്റമിൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.